ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ ബഹുമാനപ്പെട്ട ശ്രീ അനിൽജിക്കും മറ്റെല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ ഈ ഗ്രൂപ്പിൽ നടന്നു വരുന്ന ശിവകുടുംബ പൂജാ സമർപ്പണം മേടമാസത്തിലെ തിരുച്ചതയത്തിന് സമാരംഭം കുറിച്ചു. ഇന്നതിൻ്റെ 26-ാം ദിവസമാണ്. ഇന്ന് പൂജ സമർപ്പിക്കുവാനുള്ള അവസരം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഗുരുവിൻ്റെ ബാഹുലേയാഷ്ടകം എന്ന ജ്ഞാനാമൃതത്തിൻ്റെ 3ാമത്തെ ജ്ഞാനവല്ലരിയാണ് ഇന്ന് പൂജാ സമർപ്പണത്തിനായി എനിക്ക് ലഭിച്ചിരിക്കുന്നത്. 8 സംസ്കൃത പദ്യങ്ങളടങ്ങുന്ന ഒരു സുബ്രഹ്മണ്യ കൃതിയാണ് ബാഹുലേയാഷ്ടകം. 1887-നും 1897-നും ഇടയ്ക്കാണ് ഇതിൻ്റെ രചന നടന്നത് എന്നാണ് നടരാജഗുരു രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധരാവൃത്തത്തിലാണ് ഇതിൻ്റെ രചന. 8 ശ്ലോകങ്ങളിലെയും ആദ്യ അക്ഷരങ്ങൾ ചേർത്ത് വായിച്ചാൽ ഓം ഹ്രീം ശരഹണ ഭവ എന്ന ബീജമന്ത്രം കിട്ടും. ഇതുപോലുള്ള ബീജമന്ത്രങ്ങളുടെയും ബീജാക്ഷരങ്ങളുടെയും പ്രയോഗം തന്ത്രശാസ്ത്രത്തിലാണുള്ളത്. രോഗങ്ങളും ബാധ ഉപദ്രവങ്ങളും അകറ്റുവാൻ ഈ സുബ്രഹ്മണ്യ മന്ത്രം ഉപയോഗിക്കാവുന്നതാണ്. മന്ത്രോച്ചാരണത്തിൽ ഏകാഗ്രതയും ശക്തിയും വർദ്ധിപ്പിക്കുവാനാണ് ഓരോ ശ്ലോകത്തിലും പലതരം ധ്വനികൾ ആവർത്തിച്ചിരിക്കുന്നത്. ഈ ധ്വനികളെല്ലാം കുണ്ടലിനി പ്രാണപ്രസരണ വേളയിൽ ഒരു യോഗിക്ക് ആധാരചക്രങ്ങളിൽ അനാഹത ധ്വനികളായി മുഴങ്ങി അനുഭവപ്പെടുന്നതാണ്. മന്ത്രശക്തി വർദ്ധിക്കുവാൻ ഈ ധ്വനികൾക്ക് അസാധാരണ കഴിവുണ്ട്. ഓരോ ബീജമന്ത്രവും 3 വട്ടം ആവർത്തിച്ചതുകൊണ്ട് മന്ത്രസ്വഭാവം കൈവരുത്തിയിരിക്കുന്നു. ഈ സ്തോത്രം കൊണ്ട് സുബ്രഹ്മണ്യനെ ഉപാസിച്ച് പ്രത്യക്ഷമാക്കാവുന്നതാണ്. ശങ്കരാചാര്യനും ഇതേ ശൈലിയിൽ ഒരു സ്തോത്രം രചിച്ചിട്ടുണ്ട്. തീക്ഷ്ണ ദ്രംഷ്ട കാലഭൈരവാഷ്ടകം എന്നാണ് അതിൻ്റെ പേര്. അതിവിടെ ഒന്ന് ആലപിക്കാം. യം 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 യക്ഷരൂപം ദശദിശി വിദിതം ഭൂമികമ്പായമാനം സം 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 സംഹാരമൂർത്തിം ശിരമകുടജടാശേഖരം ചന്ദ്രബിംബം ദം 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 ദീർഘകായം വികൃതനഖമുഖം ഹൂർധ്വരോമം കരാളം പം 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 പാപനാശം പ്രണമത സതതം ഭൈരവം ക്ഷേത്രപാലം. യക്ഷരൂപിയും 10 ദിക്കിലും അറിയപ്പെടുന്നവനും നടക്കുമ്പോൾ ഭൂമി കുലുങ്ങുന്ന പോലുള്ളവനും സംഹാരമൂർത്തിയും ശിരസിലെ കിരീടമായ ജടയിൽ ചന്ദ്രബിംബം അലങ്കാരമായി അണിഞ്ഞവനും ദീർഘമായ ശരീരത്തോടു കൂടിയവനും വികൃതമായ നഖത്തോടും മുഖത്തോടും കൂടിയവനും എഴുന്നു നിൽക്കുന്ന രോമത്തോടു കൂടിയവനും ഭീകരനും ആ പാപത്തെ നശിപ്പിക്കുന്നവനുമായ ക്ഷേത്രപാലനെ എപ്പോഴും പ്രണമിച്ചാലും. ആദ്രിവാസിയായ ബാഹുലേനെ ഞാൻ സദാ ഉള്ളിലടക്കുന്നു. ബാഹുലേയാഷ്ടകം ശ്ലോകം 3. ഓം ശം 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 ശബ്ദരൂപം ശശിധരമമലം ശങ്കരം സാംബമൂർത്തിം ശിം 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 ശിഷ്ടവന്ദ്യം ശിഖരിനിലയനം ശിക്ഷിതാനേകലോകം ശും 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 ശുഭ്രഹാസം ശുഭകരമതിസന്ദേഹ സന്തോഷനാശം ശൗം 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 ശൗക്ലിതാംഗം സിതഭസിതഗണൈർഭാവയേ ബാഹുലേയം. ഓം ഹ്രീം ശരഹണഭവ എന്ന അഷ്ടാക്ഷരി മന്ത്രത്തിലെ ശകാരത്തെ ബീജാക്ഷരമാക്കിയിട്ടുള്ളവനും കേവലം ശബ്ദത്തിൻ്റെ രൂപം ആർന്നവനും
ചന്ദ്രക്കല ധരിച്ചിരിക്കുന്നവനും മാലിന്യങ്ങളൊന്നും തീണ്ടിയിട്ടില്ലാത്തവനും ദേവിയോടൊന്നിച്ച് ചേർന്നിരിക്കുന്ന ശരീരത്തോടു കൂടിയവനും സജ്ജനങ്ങൾ വന്ദിക്കുന്നവനും കൈലാസ ശിഖരത്തിൽ വസിക്കുന്നവനും അനേക ലോകർക്ക് ജ്ഞാനം പകർന്നു കൊടുത്തിട്ടുള്ളവനും തെളിഞ്ഞ ചിരിയോടു കൂടിയവനും ശുഭം വരുത്തുന്നവനും അത്യന്തം ഗൗരവമുള്ള സന്ദേഹങ്ങളെ കൂട്ടത്തോടെ നശിപ്പിക്കുന്നവനും വെളുത്ത ഭസ്മം ധാരാളം പൂശിയിരിക്കുന്നത് കാരണം വെളുത്ത ശരീരത്തോടു കൂടിയവനും ആയ ബാഹുലേയനെ ഞാൻ ധ്യാനിക്കുന്നു. ഓം ശ്രീ ശരഹണ ഭവ എന്ന മന്ത്രത്തിലെ ശ എന്ന അക്ഷരത്തെയാണ് ഇവിടെ ബീജാക്ഷരമാക്കിയിരിക്കുന്നത്. ശ എന്നതിനെ ഓങ്കാരവുമായി ബന്ധപ്പെടുത്തുന്നതിനായി 4 മുഖ്യ സ്വരാക്ഷരങ്ങളെയും ഷായോട് ചേർത്തു. അതാണ് ശം ശിം ശും ഷൗം. ഇതിനെ ഷായുടെ ഉപബീജാക്ഷരമായി കണക്കാക്കാം. പ്രപഞ്ച സ്വരൂപത്തെ ഭാഷയിൽ വ്യഞ്ജിക്കുമ്പോൾ ശബ്ദപ്രപഞ്ചം എന്ന് വിളിക്കാം. സത്യത്തെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ ഭാഷയിൽ വ്യഞ്ജിപ്പിക്കുമ്പോൾ അതിനെ ശബ്ദബ്രഹ്മം എന്ന് വിളിക്കും. അതുതന്നെയാണ് ഓംകാരം. അങ്ങനെയുള്ള ഓം എന്ന ശബ്ദമാകുന്ന സ്വരൂപത്തോടു കൂടിയവനാണ് ബാഹുലേയൻ. ശശിധരം എന്നാൽ ചന്ദ്രക്കല ചൂടിയവൻ. പ്രസന്നമായതും ലോകത്തിന് കുളിർമ നൽകുന്ന അറിവിൻ്റെ പ്രതീകമാണ് ചന്ദ്രക്കല. അമലം അടുക്കില്ലാത്തത്. സാംബമൂർത്തിം അമ്പയോടൊപ്പം വർത്തിക്കുന്ന മൂർത്തി. ശിവൻ പാർവതീദേവിയോടൊപ്പം ഇരിക്കുന്നു. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സമതയാണ് ജീവിതത്തെ സമനിലയിൽ നിർത്തുന്നത്. ജ്ഞാനത്തിൻ്റെ മൂർത്തിഭാവം എന്ന നിലയിൽ സാംബമൂർത്തിയായി കാണുന്നവനാണ് ബാഹുലേയൻ. ശിഷ്ടവന്ദ്യം. ബാഹുലേയനും ശിവനും ഒരുപോലെ ശിഷ്ടന്മാരാൽ പൂജിതരാണ്. ശിഖരി നിലയനം. ശിഖരിയെ നിലയനമാക്കിയിട്ടുള്ളവരാണ് ശിവനും ബാഹുലേയനും. ശിവൻ കൈലാസത്തിലും ബാഹുലേയൻ പളനിയിലും വസിക്കുന്നു. ശിക്ഷിതാനേക ലോകം. ദക്ഷിണാമൂർത്തി എന്ന ഗുരുവെന്ന നിലയിൽ അറിയപ്പെടുന്ന ശിവന് പോലും ബാഹുലേയൻ പ്രണവരഹസ്യം പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ബാഹുലേയൻ ശിക്ഷിതാനേക ലോകനാണ്. ശുദ്രഹാസം. സത്യം അറിയിച്ചു ജീവിക്കുന്നവരിൽ നിറഞ്ഞു നിൽക്കുന്ന ആനന്ദം. ആ ആനന്ദാനുഭവം തെളിഞ്ഞ പുഞ്ചിരിയായി കളിയാടും. ആ പുഞ്ചിരിയോട് കൂടിയവനാണ് ബാഹുലേയൻ. ശുഭകരം. മനുഷ്യജീവിതത്തിൽ ഏറ്റവും ശുഭകരം അറിവാണ്. ജ്ഞാനത്തിൻ്റെ മൂർത്തിയാണ് ബാഹുലേയൻ. സന്തോഖനാശം. ജീവിതത്തെ സംബന്ധിക്കുന്ന സന്ദേഹങ്ങളെ നശിപ്പിക്കുന്നവനാണ് ബാഹുലേയൻ. സിതഭസിത ഗണൈ ശൗക്ലിതാംഗം. വെളുത്ത ഭസ്മം ദേഹം മുഴുവൻ പൂശിയിരിക്കുന്നതിനാൽ വെളുത്തതായി തീർന്ന ശരീരത്തോടു കൂടിയവനാണ് ബാഹുലേയൻ. ത്യാഗത്തിൻ്റെ പ്രതീകമാണ് ഭസ്മം. അങ്ങനെ വെണ്മയാർന്ന ശരീരത്തോടു കൂടിയവനാണ് ബാഹുലേയൻ. ആ ബാഹുലേയനെ ഞാൻ ധ്യാനിക്കുന്നു. ശം ശം ശം. ശബ്ദരൂപം ശശിധരമമലം ശങ്കരം സാംബമൂർത്തിം. ശിം ശിം ശിം. ശിഷ്ടവന്ദ്യം ശിഖരി നിലയനം ശിക്ഷിതാനേകലോകം. ശും ശും ശും. ശുഭ്രഹാസം സന്തോഖനാശം. ശൗം ശൗം ശൗം. ശൗക്ലിതാംഗം സിതഭസിതഗണൈർ ഭാവയേ ബാഹുലേയം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഈ വാക്കുകൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.